ഒരു മൊബൈലാണെങ്കിൽ സ്റ്റാലിനും റീത്തയും അലീനയും തമ്മിൽ നല്ല രീതിയിൽ യുദ്ധം നടക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ. അപ്പോൾ എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ യുദ്ധം തുടങ്ങുകയാണ് എന്ന് കാണാം. അതായത് സ്റ്റാലിൻ്റെ കൊട്ടാരത്തിൽ സ്റ്റാലിന് എതിരായിട്ട് റീത്തയും കൂടാതെ സ്റ്റാലിൻ്റെ ഭാര്യയും മക്കളും വരികയാണ് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നത്തെ കഥയിൽ കാണാൻ സാധിക്കുക. ഇവിടെ വൈജയന്തി ബാലചന്ദ്രൻ പോര് ഒരു സൈഡിലൂടെ നടക്കുമ്പോൾ മറുവശത്ത് സ്റ്റാൻലി തൻ്റെ തീരുമാനം ശക്തിയായി തന്നെ പ്രഖ്യാപിക്കുകയാണ്. അതായത് തൻ്റെ മകളെ താൻ ഇനി ഒരിക്കലും ഉപേക്ഷിക്കാനോ വിട്ടുകളയാനോ തയ്യാറല്ല എന്ന് വളരെയധികം ദേഷ്യത്തോടെയും ഇതിൻ്റെ കടുത്ത തീരുമാനമാണെന്നും അറിയിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ അവിടെയാണെങ്കിൽ കൃഷ്ണമോളുടെ അടുത്ത് പറയുകയാണ്, മോളെ അച്ഛൻ ആകെ പരാജയപ്പെട്ടു, ഇനി അച്ഛൻ എന്താണ് നോക്കാനുള്ളത് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതിനെല്ലാം പുറമെ നമുക്ക് കാണാൻ കഴിയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ സ്റ്റാലിൻ്റെ തീരുമാനം അറിയിച്ച് കഴിയുമ്പോൾ പിന്നെ ആർക്കും ഒന്നും ഒരഭിപ്രായ വ്യത്യാസമോ ഒന്നും തന്നെ ഇല്ല എന്ന് കാണാം. നിങ്ങളെ സുഖിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയുന്നു. എൻ്റെ മോളെ സുഖിപ്പിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാമെന്നും സ്റ്റാൻലി പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നു. ഇതേ സമയം ചേട്ടൻ എന്താ അങ്ങനെ പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പം എനിക്ക് അങ്ങനെ പറയാനേ സമയമുള്ളൂ, സൗകര്യമുള്ളൂ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് സ്റ്റാൻലി എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയം സ്റ്റാൻലി വേറൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് പടിയിറങ്ങിപ്പോവുകയാണ്. വീട്ടിലെത്തി കഴിയുമ്പോഴല്ലേ വേറെ ഒരു യുദ്ധം കാണാൻ സാധിക്കുക. ഔതക്കുട്ടി അലീനയുടെ കണ്ണീർ കണ്ട് അലീനയോടൊപ്പം കൂടുകയാണ്. ഔതക്കുട്ടിയും സമരത്തിനിറങ്ങുകയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ സ്റ്റാൻലി പറയാണ്, എങ്കിൽ അപ്പനും പൊയ്ക്കോളാനായിട്ട്, അപ്പൻ ഉടനെ തന്നെ ഇവിടുന്ന് പൊക്കോളാനായിട്ട് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അങ്ങനെ പോകാനൊന്നുമല്ല ഞാൻ ഇവിടെ വന്നത്, ഞാനേ നിൻ്റെ ഭീഷണി കേട്ടൊന്നും പോകേണ്ട ആവശ്യമോ സ്ഥിതിയോ ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടുമില്ല, വരികയുമില്ല. നിന്നേക്കാൾ വാശിയുണ്ടടാ ലാലിച്ച എനിക്ക് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. നിന്നേക്കാൾ ഒരുപാടോണം കൂടുതലുണ്ട് തന്നെയാണ് ഞാനും. എൻ്റെ അടുത്തേക്ക് നിൻ്റെ വിളച്ചിലും കാര്യങ്ങളൊന്നും എടുക്കല്ലേ എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം എൻ്റെ അപ്പച്ചനും ഇങ്ങനെ തുടങ്ങല്ലേ, അപ്പച്ചൻ മര്യാദയ്ക്ക് പോകാനായിട്ട് നോക്കുമെന്ന് പറയുമ്പോൾ, ഞാൻ എവിടേക്ക് പോകാനാ എൻ്റെ ലാലിച്ച, എവിടെയും പോവില്ല. നീ എൻ്റെ മോളുടെ, എൻ്റെ കൊച്ചിൻ്റെ, എൻ്റെ ചിന്നമ്മയുടെ കണ്ണീരിൻ്റെ വില പറഞ്ഞേ മതിയാവുകയുള്ളൂ. അവൾ നിനക്ക് വേണ്ടിയാണ് ഈ ഉപവാസവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവളെ സംരക്ഷിക്കേണ്ടതും അവളെ സങ്കടപ്പെടുത്താതെ നോക്കേണ്ടതും നിൻ്റെ കാര്യമാണ്. ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നീ അവളെ സങ്കടപ്പെടുത്തുമെന്നുള്ള കാര്യം തീർച്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഞാനും അവളുടെ കൂടെ സമരത്തിൽ പങ്കാളിയാവുകയാണ് എന്ന് പറയുന്നു. എങ്കിൽ മാത്രമേ എല്ലാം ശരിയാവുകയുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ശരിയാവാൻ പോകുന്നില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ അപ്പച്ചനിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ, നീ അവളുടെ ആഗ്രഹത്തിനൊത്ത് നിൽക്കടാ സ്റ്റാൻലി, അപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ലടാ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോടാ എന്ന് ഔതക്കുട്ടി ചോദിക്കുന്നത് കാണാൻ കഴിയും. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ നശിപ്പിക്കാം, എൻ്റെ തീരുമാനത്തെ അടിച്ചമർത്താമെന്നാണോ വിചാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, നിന്നെ അടിച്ചമർത്തണമെന്നോ നിൻ്റെ വികാരത്തെ കണ്ടില്ലെന്ന് നടിക്കണമെന്നോ ഉള്ള ഒരാശയവും എനിക്കില്ലടാ.
പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ ചിന്നമ്മയാണ്. ചിന്നമ്മയെ സങ്കടപ്പെടുത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല, ആരെക്കൊണ്ടും സമ്മതിക്കില്ല. അത് നിനക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ അവൾ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അത് ശരിയായ കാര്യം ഒന്നുമല്ലല്ലോ എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും സ്റ്റാലിയും ഭക്ഷണം കഴിക്കാതെ മാറുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം ആകെ പൊല്ലാപ്പാവൂലോ ഇത് എന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ പൗലോസും സംഘവും എന്ന് കാണാൻ സാധിക്കും. പൗലോസാണെങ്കിൽ ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്ന് കാണാം. അതിനെല്ലാം പുറമെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ റീത്തമ്മ ഒന്നുകൂടെ സ്റ്റാലിനെ കണ്ട് കാര്യങ്ങളൊന്ന് സംസാരിച്ച് ഒന്ന് പറഞ്ഞ് ഒരു ഒത്തുതീർപ്പിലെത്താൻ പറ്റുമെങ്കിൽ എത്തിക്കാനായിട്ട് കടന്നു വരാനായിട്ട് ശ്രമിക്കുകയാണ്. സ്റ്റാലിനാണെങ്കിൽ എല്ലാ ദേഷ്യവും മനസ്സിലിങ്ങനെ നിൽക്കുകയാണ് എന്ന് കാണാൻ കഴിയൂട്ടോ. ഒരു സൈഡിൽ അലീനയും ഔതക്കുട്ടിയായ തൻ്റെ അപ്പനും കൂടി ചേർന്ന് തന്നെ എന്ത് ചെയ്യണം, ഇങ്ങനെ നിർത്താൻ തന്നെ കയ്യിലൊതുക്കാനായിട്ട് ശ്രമിക്കുന്നു. മറുവശത്ത് റീത്തയാണെങ്കിൽ സ്വത്തിനു വേണ്ടി ഒന്ന് കടിപിടി കൂടാനായിട്ട് തുടങ്ങുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനെ വലിച്ചു കീറാൻ നിൽക്കുകയാണ് റീത്ത. സ്റ്റാലിനെ വലിച്ചു കീറാൻ തുടങ്ങുമ്പോൾ തന്നെ അലീന അവിടേക്ക് വന്നിട്ട്, നിങ്ങൾക്ക് എന്താണ് എൻ്റെ പപ്പയെ ചോദ്യം ചെയ്യാനുള്ള അവകാശവും കാര്യവും? നിങ്ങൾ ആരാണ് എൻ്റെ പപ്പയെ ചോദ്യം ചെയ്യാൻ, അതും ഞങ്ങളുടെ വീട്ടിൽ എന്ന് ചോദിക്കുന്നു. എൻ്റെ പപ്പയെ ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ പപ്പയുടെ മമ്മിക്കും പപ്പയുടെ മക്കൾക്കും പിന്നെ ഈ വല്യപ്പച്ചനും മാത്രമേ സാധ്യമുള്ളൂ. അല്ലാതെ നിങ്ങളൊന്നും ചോദ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യകതയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് അലീന ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇതേ സമയം നമ്മുടെ ഇവള് റീത്ത പറയുന്നുണ്ട്, നീ ആരടി ഇതൊക്കെ പറയാൻ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകള്. നിങ്ങൾക്ക് ഇതുവരെ അത് മറന്നുപോയോ? നിങ്ങൾക്ക് ഇതുവരെ അത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. എങ്കിൽ ഇനി എന്നെ കാണുമ്പോൾ നിങ്ങളത് ഓർമ്മയിൽ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റീത്താമ്മയ്ക്കുള്ള ശിക്ഷ അവിടെ തന്നെ വെച്ച് കൊടുക്കുകയാണ് അലീന എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ. അപ്പോൾ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ തൻ്റെ മകൾക്ക് കാര്യപ്രാപ്തി ഉണ്ടെന്നും തൻ്റെ മകൾ തന്നെ ഒരു അപകടത്തിലേക്കും തള്ളിവിടില്ലെന്നും തിരിച്ചറിയുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്